ഇവരുടെ സർക്കാർ വന്ന് അധികം താമസിയാതെ കേരളത്തിലെ 3.5 കോടി ആളുകൾ വോട്ടവകാശമുള്ളവരും ഇല്ലാത്തവരും തലേ കൈവച്ചിട്ട് പറയും പിണറായി വിജയൻ്റെ സർക്കാർ ഇതിനേക്കാളൊക്കെ എത്ര ഭേദമായിരുന്നു. ഇരുന്നിട്ട് വേണ്ട കാലിൽ നീട്ടാനായിട്ട്. ഇതങ്ങനെയല്ല, ഇരിക്കുന്നതിന് മുമ്പ് കാലിൽ നീട്ടുന്നവരാണ്. മന്ത്രിസഭാ രൂപീകരണം വരുമ്പോൾ വകുപ്പ് വിഭജനം വരുമ്പോൾ നമുക്ക് കാണാം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കത്തിക്കൂത്ത് നടക്കും ഇന്ദിരാഭവനിൽ. അഡ്വക്കേറ്റ് ജയശങ്കർ, റിസൾട്ട് വന്നിട്ടില്ല, ഇനിയുമുണ്ട് 18 ദിവസം. പക്ഷേ ഒരു അധികാരത്തിലേക്ക് നടന്നെടുക്കുകയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ അനുമാനിക്കുന്നുണ്ടെങ്കിൽ അതിനേക കാരണം 10 വർഷത്തെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള CPM ഭരണത്തിനെതിരായിട്ടുള്ള ഒരു ജനവിധി ഉണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ജനവിധിക്ക് ശേഷം 1-ാം നമ്പർ ആരായിരിക്കണമെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ നടക്കുന്ന ചർച്ച അങ്ങനെ ഒരു ജനവിധിക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ ആ വോട്ടർമാരെയും ജനങ്ങളെയും പരിഹസിക്കുന്നതാണോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇതുപോലൊരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് സുരേഷിന് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കും. കാരണം ഇവരുടെ സർക്കാർ വന്ന് അധികം താമസിയാതെ കേരളത്തിലെ 3.5 കോടി ആളുകൾ വോട്ടവകാശമുള്ളവരും ഇല്ലാത്തവരും തലേ കൈവച്ചിട്ട് പറയും പിണറായി വിജയൻ്റെ സർക്കാർ ഇതിനേക്കാളൊക്കെ എത്ര ഭേദമായിരുന്നു എന്ന്. അപ്പോൾ ഭരണം കിട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. ഇപ്പോൾ ഭരണം കിട്ടുന്നതിന് മുമ്പുള്ള കോലാഹലമാണ് നമ്മൾ കാണുന്നത്. ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടുക എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. ഇരുന്നിട്ട് വേണ്ട കാല് നീട്ടാനായിട്ട്. ഇതങ്ങനെയല്ല, ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടുന്നവരാണ്. ഈ പറഞ്ഞ യോഗ്യന്മാരെല്ലാവരും നിയമസഭയിലേക്ക് ജയിച്ചു വരുന്നുള്ളത് എന്താ ഉറപ്പ്? അത് തന്നെ വലിയ സംശയമല്ല. ഇനി ജയിച്ചു വന്നാൽ തന്നെ ഒരാൾക്കല്ലേ മുഖ്യമന്ത്രി ആകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് മ്യൂസിക്കൽ ചെയർ നടത്തിയിട്ട് മുഖ്യമന്ത്രി തീരുമാനിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഓരോരുത്തർ കരുക്കൾ നീക്കുന്നു, അതിനുവേണ്ടി ചിലരെ കൊണ്ട് പറയിപ്പിക്കുന്നു. അപ്പോൾ വേറെ ചിലർ അതിന് വിപരീതമായ അഭിപ്രായം പറയും. മുതിർന്ന നേതാക്കൾ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. സാമുദായിക നേതാക്കന്മാരുടെ അടുത്തേക്ക് ദൂതന്മാരെ അയക്കും. ഞങ്ങളുടെ പാർട്ടി, ഞാനാണ് മുഖ്യമന്ത്രി, ഞങ്ങളുടെ നേതാവാണ് മുഖ്യമന്ത്രി ആകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ആനുകൂല്യങ്ങൾ തരും. ഘടകകക്ഷികളുടെ അടുത്തേക്ക് ദൂതന്മാരെ അയക്കും. നിങ്ങൾക്ക് ഇന്ന പദവികൾ ഞങ്ങൾ ഒരുക്കിത്തരും. ഏതെങ്കിലും തരത്തിൽ ഹൈക്കമാൻഡോ മറ്റാരെങ്കിലും ഒരഭിപ്രായം തേടുകയാണെങ്കിൽ ഇന്ന ആളെ വേണം നിങ്ങൾ പിന്തുണയ്ക്കാൻ. ഈ രീതിയിലൊക്കെയുള്ള വളരെ അപഹാസ്യമായ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയോടും പിണറായി വിജയനോടൊക്കെ പല കാര്യത്തിലും എതിർപ്പുണ്ടെങ്കിലും ഈ വക അലമ്പുകൾ അലശണ്ടകളൊന്നും അവിടെ പതിവില്ല. അവിടെ ഒരാൾ തീരുമാനിക്കുന്നു, ആൾ മുഖ്യമന്ത്രിയാവും. പിന്നെ അദ്ദേഹം പാർട്ടിയുമായിട്ട് ആലോചിച്ച് മറ്റ് മന്ത്രിമാരെ തീരുമാനിക്കുന്നു, വകുപ്പ് നിശ്ചയിക്കുന്നു. അല്ലാതെ ഇന്നയാൾ നായർ സമുദായത്തിൻ്റെ പ്രതിനിധി, ഇന്നയാൾ ഈഴവ സമുദായത്തിൻ്റെ പ്രതിനിധി, നായർക്ക് ഇന്ന വകുപ്പ് കൊടുത്തുകൊണ്ട് ഈഴവന് മറ്റേ വകുപ്പ് കൊടുക്കും, സിറിയൻ ക്രിസ്ത്യാനിക്ക് ഇന്ന വകുപ്പ്, മർത്തോമക്കാരന് ഇന്ന വകുപ്പ്, നാടാർ ക്രിസ്ത്യാനിക്ക് ഇന്ന വകുപ്പ് എന്നൊക്കെ ഉള്ള രീതിയിൽ വകുപ്പ് വിധിക്കുക എന്ന് പറഞ്ഞാൽ എത്ര അപമാനകരമാണ്. ഇപ്പോൾ ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന് നമ്മുടെ മഹാനായ വേണുഗോപാലനായിരുന്നു അതിൻ്റെ ചുമതല എന്ന് എനിക്ക് തോന്നുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി, വളരെ ബുദ്ധിമുട്ടി. അവസാനം അടി വീണ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാവുന്നു, മറ്റേ ശിവകുമാർ ഉപമുഖ്യമന്ത്രിയാവുന്നു. 2.5 കൊല്ലം കഴിയുമ്പോൾ അദ്ദേഹം മാറിക്കൊടുക്കാമെന്ന് കരാറുണ്ടെന്ന് പറയുന്നു, കരാറില്ലെന്ന് പറയുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ അവസാനം മന്ത്രിമാരെ നിശ്ചയിച്ചുകൊണ്ട് ഒരു തിട്ടൂരം AICC ഓഫീസിൽ നിന്ന് ശ്രീമാൻ KC വേണുഗോപാൽ ഒപ്പിട്ട് പുറത്തിറങ്ങുകയുണ്ടായി. അത് സുരേഷ് കുമാർ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. അത് കാണേണ്ട കാഴ്ചയാണ്. കാരണം എന്താ വെച്ചാൽ അതിൽ ഈ മന്ത്രിമാരുടെ പേര് കൊടുത്തിട്ടുണ്ട്. 15-16 മന്ത്രിമാരുണ്ട്. ഓരോ മന്ത്രിയുടെ നേരെ അയാളുടെ നിയോജകമണ്ഡലത്തിൻ്റെ പേരല്ല കൊടുത്തിട്ടുള്ളത്, അയാളുടെ സമുദായത്തിൻ്റെ പേരാണ്. ഇന്നയാൾ മുസ്ലിം, ഇന്നയാൾ ക്രിസ്ത്യൻ, ഇന്നയാൾ പട്ടേൽ, ഇന്നയാൾ ലിംഗായത്ത്. ലിംഗായത്തിൽ തന്നെ വകഭേദങ്ങളുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ട ലിംഗായത്ത്, മറ്റേയാൾ ഈ വിഭാഗത്തിൽപ്പെട്ട ലിംഗായത്ത്, ഒക്കലിംഗ. ഇങ്ങനെ ജാതി തിരിച്ച് മന്ത്രിമാരെ നിശ്ചയിക്കണമെങ്കിൽ എവിടെയെങ്കിലും ഉണ്ട്. തിരിച്ച് തീരുമാനിക്കണതിന് കുഴപ്പമില്ല. അത് ഔദ്യോഗികമായ പത്രക്കുറിപ്പിൽ അച്ചടിച്ച് വരുന്നത് കണ്ടിട്ടുണ്ട്. അതാണ് കോൺഗ്രസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കോൺഗ്രസ് പാർട്ടിയെ നയിച്ച പ്രധാനമായിട്ട് 2 നേതാക്കന്മാരാണ്. ഒന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മറ്റത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. രണ്ടിലും ഒരാളിൽ നിന്നാണ് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്. 2 പേരും 2 തരത്തിൽ പ്രാപ്തിയും കഴിവുള്ളവരാണ്. രമേശിന് എക്സ്പീരിയൻസ് കൂടുതലുണ്ട്. സതീശനെ സംബന്ധിച്ചിടത്തോളം പുള്ളി കഴിഞ്ഞ 5 കൊല്ലമായിട്ട് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പോരാട്ടം ഫലപ്രാപ്തിയിൽ എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ഒരാൾ പാരച്യൂട്ടിൽ വന്ന് ഇറങ്ങാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരമാണ് ഈ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയിട്ടുള്ളതെന്ന് പറയുന്നു. അതിൽ പേയ്മെൻറ്റ് സീറ്റ് അടക്കമുണ്ട്. അങ്ങനെയാണ് ഇവർക്ക് ജയിക്കാവുന്ന പല സീറ്റുകളും ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ആരൊക്കെ ജയിക്കും ആരൊക്കെ തോക്കുന്ന ഈ സമയത്ത് ഒരു പ്രവചനം നടത്തുന്നത് ശരിയല്ല. കാരണം വോട്ട് യന്ത്രത്തിലായി കഴിഞ്ഞു. അപ്പോൾ ഇതിന് ശേഷം ഈ പാരച്യൂട്ടിൽ വന്നിറങ്ങാൻ ഉദ്ദേശിക്കുന്ന നേതാവ് അദ്ദേഹത്തിൻ്റെ ദൂതന്മാരെ പണക്കട്ടക്ക് അയക്കുകയാണ്, അല്ലെങ്കിൽ മെത്രാനരമലയിലേക്ക് അയക്കുകയാണ്.
അത് കഴിഞ്ഞ് മുതിർന്ന നേതാക്കളുടെ അടുത്തേക്ക് അയക്കണം. മുൻ KPCC പ്രസിഡന്റിനെ ആലിംഗനം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ സിൽബന്തികളെ കൊണ്ട്, സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെ കൊണ്ടൊക്കെ ഇദ്ദേഹമാണ് യോഗ്യൻ. ഇദ്ദേഹത്തിൻ്റെ നിതാന്തമായ പ്രവർത്തനമില്ലായിരുന്നെങ്കിൽ പിണറായിസത്തിനും മരുമോനിസത്തിനും എതിരായ ജനവിധി ഉണ്ടാകുമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഈ നാട്ടിലെ ആളുകളെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ? കോൺഗ്രസ്സുകാരെ മാത്രമല്ലോ, എന്തോ തെറ്റിദ്ധാരണ പുറത്ത് കോൺഗ്രസ് വോട്ട് ചെയ്ത് പോയ സാധാരണക്കാരെ കൂടി പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഇത് ഞാൻ ഒരു ആവേശം കയറി പറഞ്ഞതോ അല്ലെങ്കിൽ പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, സുചിന്തിതമായ അഭിപ്രായം. സത്യം പറഞ്ഞാൽ ഈ കോൺഗ്രസ് നേതാക്കന്മാർ അല്പം വിശ്രമിക്കട്ടെ. അവർ ഇത്ര നാളൊക്കെ അധ്വാനിച്ച് നമ്മളെയൊക്കെ നന്നാക്കാൻ വേണ്ടി പരിശ്രമിച്ചവരല്ലേ. എൻ്റെ അഭിപ്രായത്തിൽ മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കട്ടെ. PK കുഞ്ഞാലിക്കുട്ടി കേരളത്തിൽ മുഖ്യമന്ത്രിയായ പ്രത്യേകിച്ച് ഒരു അപകടം സംഭവിക്കാൻ പോകുന്നില്ല. ഈ കോൺഗ്രസിലെ പല നേതാക്കന്മാരെക്കാളും സെക്യുലറായിട്ടുള്ള ആളാണ് അദ്ദേഹം. മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ പ്രതികരിക്കുന്നു എന്ന് മാത്രമാണ്. ഏറ്റവും സീനിയറായിട്ടുള്ള നേതാവാണ്. നിയമസഭയിലാണെങ്കിലും ഭരണരംഗത്താണെങ്കിലും ഏറ്റവും അനുഭവ സമ്പത്തുള്ള ആളാണ്. മുമ്പ് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടല്ലോ. ഇപ്പോൾ C. അച്യുതമേനോൻ 1970 മുഖ്യമന്ത്രിയാകുമ്പോൾ കോൺഗ്രസിനായിരുന്നു കൂടുതൽ സീറ്റ്, CPI-യേക്കാൾ കൂടുതൽ സീറ്റ് കോൺഗ്രസിനായിരുന്നു. കരുണാകരനടക്കം KT ജോർജ് അടക്കമുള്ള ആളുകൾ അവർ മാറി നിന്നിട്ട് ശ്രീമാൻ അച്യുതമേനോൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായി. കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ മുഖ്യമന്ത്രി അച്യുതമേനായിരുന്നില്ല. അതുപോലെ CH മുഹമ്മദ് കോയയെ മുഖ്യമന്ത്രിയാക്കിപ്പോൾ എത്രയോ വലിയ പാർട്ടികളുണ്ട്. പക്ഷേ CH-നാണ് അന്ന് മുഖ്യമന്ത്രിയാകാനുള്ള അവസരം കിട്ടിയത്. മറ്റ് സംസ്ഥാനങ്ങളിലും ഇത് തന്നെ കാണുന്നില്ല. കർണാടകത്തിൽ കുമാരസ്വാമിയെ മുഖ്യമന്ത്രിയാക്കുമ്പോൾ BJP-ക്കായിരുന്നു കൂടുതൽ MLA. അപ്പോൾ അവർ കുമാരസ്വാമിക്ക് വേണ്ടി മാറിക്കൊടുത്തു. ഏകനാഥ് ഷിൻഡെ വന്നപ്പോൾ അതല്ലേ കണ്ടത്. നിതീഷ് കുമാറിൻ്റെ പാർട്ടിയേക്കാൾ കൂടുതൽ ഏതാണ്ട് എല്ലാ സമയത്തും MLA-മാർ BJP കൊണ്ടായിരുന്നു. പക്ഷേ BJP എന്തുകൊണ്ടാണ്? കാരണം നിതീഷ് കുമാറിന് മാത്രമേ ബീഹാർ പോയിട്ട് സംസ്ഥാനത്ത് കാര്യങ്ങൾ നേരെ ചൊവ്വേ കൊണ്ടുനടക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അതറിയാവുന്നതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റിയും അദ്ദേഹത്തിൻ്റെ അനുഭവം പരിചയവും വിവിധ പിന്നാക്ക സമുദായങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വീകാര്യതയെ മുൻനിർത്തിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാനിത് സുചിന്തിതമായ അഭിപ്രായമായിട്ട് പറയുന്നതാണ്. എനിക്ക് ഈ പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാർ ആരോടും ഒരു വിരോധമായിട്ട് പറഞ്ഞാൽ PK കുഞ്ഞാലിക്കുട്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നം, ഈ വഴക്കും വക്കാണവും തീരുവരും. കുഞ്ഞാലിക്കുട്ടിക്കാണെങ്കിൽ ഇവരെക്കാളും നന്നായിട്ട് മതനിരപേക്ഷമായിട്ടും ഭംഗിയായിട്ടും വൃത്തിയായിട്ടും കേരളത്തിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ KM മാണി സാറിന് ഒരു അവസരം കൊടുത്തില്ല. സത്യത്തിൽ അദ്ദേഹത്തെ പോലുള്ള ആളുകളല്ലേ മുഖ്യമന്ത്രിയുണ്ട്. നമ്മളൊക്കെ അദ്ദേഹത്തെ പലപ്പോഴും വിമർശിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനാണ് ഒരു അവസരം കൊടുക്കേണ്ടത്. കരുണാകരൻ മാറുമ്പോൾ AK ആൻ്റണിക്ക് പകരം ശ്രീമാൻ KM മാണിയായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക്. സംസ്ഥാനത്തിൻ്റെ മുഖച്ഛായ മാറിപ്പോയത്. ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള വികസനം, എന്തൊക്കെ പുരോഗതി ഉണ്ടാവുമായിരുന്നു. ഈ മണ്ണിന് ചുണ്ണാമ്പിനും കൊള്ളാത്ത ആൻ്റണി അദ്ദേഹത്തിന് ആദർശധീരനാണ്, കൈക്കൂലി വാങ്ങിക്കില്ല എന്നുള്ളത് ശരിയാണ്. അത് ഒഴിച്ചാൽ അദ്ദേഹത്തിന് എന്ത് ഭരണപരിചയമുണ്ട്? അത് എത്ര തവണ കേരളത്തിൽ മുഖ്യമന്ത്രി, എല്ലാ തവണയും വലിയ പരാജയം വരുന്നില്ലേ? വമ്പിച്ച പരാജയം വരും. സത്യത്തിൽ ഈ കഴിവുള്ള ആളെ മാറ്റിയിട്ട് കഴിവില്ലാത്ത ആളെ കൊണ്ടുവരുന്നതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശാപം. അപ്പോൾ കരുണാകരനെ മാറ്റും. കരുണാകരൻ്റെ സ്ഥാനത്ത് പ്രാപ്തരായ ഒരാൾ വരണ്ടേ? അത് മാണി ആയിരുന്നെങ്കിൽ എത്ര ഭേദമായിരുന്നു. ആ വന്നത് ആൻ്റണിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരാജയങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ട് ചെറിയ പാർട്ടികളിലാണ് വലിയ നേതാക്കന്മാരല്ലെങ്കിൽ അവരെ സ്വീകരിക്കണം, അവരെ അംഗീകരിക്കണം, അവർക്ക് അവസരം കൊടുക്കണം. ഇതല്ലേ പാർലമെൻ്ററി ജനാധിപത്യം. ഏറ്റവും കൂടുതൽ സീറ്റുള്ള പാർട്ടിയുടെ ആൾ തന്നെ ആയിരിക്കണം മുഖ്യമന്ത്രി എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല, ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അത് സുചിന്തിതമായ അഭിപ്രായമാണ്. ഞാനിപ്പോൾ പരിഹസിക്കാൻ വേണ്ടിയിട്ടോ പുച്ഛിക്കാൻ വേണ്ടിയിട്ടോ പറഞ്ഞതല്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു, ഇപ്പോൾ UDF-ന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു അവസരം കൊടുക്കും. അദ്ദേഹമായിട്ട് മുഖ്യമന്ത്രി, മറ്റവരൊക്കെ അദ്ദേഹത്തിന് കൂടി ഇരിക്കട്ടെ. ഇവരൊക്കെ താരമേര് ജൂനിയറായിട്ടുള്ള ആളുകളല്ലേ. എന്നിട്ട് അദ്ദേഹം എങ്ങനെയാണ് ഭരിക്കുന്നതെന്ന് ഈ പുങ്കവന്മാർ കണ്ടുപഠിക്കട്ടെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ അടുത്ത അവസരത്തിൽ അവർ മുഖ്യമന്ത്രിമാരോ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ആർക്കും ഒരു വിരോധമില്ല. ഇത് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഈ അബദ്ധത്തിൽ UDF-ന് വോട്ട് ചെയ്ത് പോയ ഒരുപാട് നിരപരാധികളായ നിഷ്കളങ്കരായ ആളുകളുണ്ട്. അവരെ പുച്ഛിക്കരുത്, അവരെ പരിഹസിക്കരുത്, അവരുടെ സാമാന്യ യുക്തിയെ നേരെ നോക്കി കൊഞ്ഞനം കാണിക്കരുത് എന്നൊരൊറ്റ അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. അഡ്വക്കേറ്റ് ജയശങ്കർ, K. സുധാകരൻ അടക്കം മത്സരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ആ കൂട്ടത്തിൽ KC വേണുഗോപാലും മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നിരിക്കണം. പക്ഷെ അപ്പോഴും ഒരു അവസരം കിട്ടിയാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നല്ലാതെ അതിനുവേണ്ടി ഗൗരവത്തിൽ കാര്യങ്ങളും കരുക്കളും നീക്കുന്നുണ്ടോ എന്നുള്ള സംശയം പലർക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെന്തായാലും വ്യക്തമായി കഴിഞ്ഞു. ഒരു പ്രധാനപ്പെട്ട സംശയം, ഇപ്പോൾ സുധാകരൻ പറഞ്ഞതുപോലെ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം വിജയിച്ചു വരുന്ന MLA-മാരിൽ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ അതിൽ നല്ലൊരു ശതമാനവും ഹൈക്കമാൻഡ് കൂടി ഇംഗിതം മനസ്സിലാക്കുകയാണെങ്കിൽ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരാകാം. അതുപോലെ തന്നെ ഇപ്പോൾ വന്ന പ്രതികരണങ്ങൾ നോക്കുമ്പോൾ കേരളത്തിൽ ഒരു പക്ഷേ ഏതാനും ചില മുതിർന്ന നേതാക്കൾ ഒഴികെ ബാക്കി ഭൂരിപക്ഷം പേരും ഹൈക്കമാൻഡ് ഒരു ഭാഗമായി നിൽക്കുന്ന KC വേണുഗോപാലിനെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗൗരവത്തിൽ ഒരു നീക്കം നടത്തുകയാണെങ്കിൽ അധികാരത്തിലേക്ക് KC വേണുഗോപാലിന് വരിക എളുപ്പമാണ്. കാരണം 2 ഉപതെരഞ്ഞെടുപ്പ് വേണം, നിയമസഭയിലേക്കും വേണം, ലോക്സഭയിലേക്കും വേണം.
വിജയിച്ചു വന്ന മുതിർന്ന രണ്ട് നേതാക്കളെ മാറ്റി നിർത്തണം. ഹൈക്കമാൻഡ് അങ്ങനെ ഒരു ആഗ്രഹത്തിനൊപ്പം നിൽക്കുമോ? എന്താണ് യഥാർത്ഥത്തിൽ ഗെയിം? എൻ്റെ PG, ഈ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കുറിച്ച് താങ്കൾക്ക് ഭയങ്കരമായ തെറ്റിദ്ധാരണയുള്ളത് എന്നെനിക്ക് തോന്നുന്നു. ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കാര്യപ്പെട്ട സാധനമാണെന്നാണ് ഈ ചില ആളുകളെങ്കിലും ധരിച്ചിട്ടുള്ളത്. റോയ് മാത്യുവിന് തെറ്റിദ്ധാരണ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഹൈക്കമാൻഡ് എന്ന് വെച്ചാൽ വളരെ ഗംഭീരമായൊരു സാധനമല്ല. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വേണ്ടി പറയാം. ഈ ആന്ധ്രാപ്രദേശിലെ മുടിചൂടാമന്നനായിരുന്ന YS രാജശേഖർ റെഡ്ഡി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു ഓർക്കില്ലേ? അദ്ദേഹം മരിച്ച സമയത്ത് ഹൈക്കമാൻഡ് തല പുകഞ്ഞ് ആലോചിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ക്ലെയിം വെച്ചിരുന്നു. മകൻ വളരെ ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തെ പരിഗണിക്കാത്തതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അയാൾ പിന്നീട് വലിയ ജനസ്വാധീനമൊക്കെ തെളിയിച്ചു എന്നുള്ള വേറെ കാര്യമാണ്. പക്ഷേ ഹൈക്കമാൻഡ് തല പുകഞ്ഞ് ആലോചിച്ച് കണ്ടുപിടിച്ച സ്ഥാനാർത്ഥി ആരെന്ന് പറയുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് റോസയ്യ എന്ന് പറഞ്ഞ ഒരു നേതാവൻ. അദ്ദേഹത്തിന് പ്രായാധിക്യം കൊണ്ട് കണ്ണിന് കാഴ്ചയും കുറഞ്ഞിരുന്നു, ചെവിക്ക് കേൾവി ശക്തിയും കുറഞ്ഞിരുന്നു. ഇരുന്നിടത്ത് എഴുന്നേൽക്കണമെങ്കിൽ രണ്ടാളുടെ സഹായം വേണം. അദ്ദേഹത്തോളം പ്രായാധിക്യവും അനാരോഗ്യവും ഉള്ള ഒരാളെ അന്നത്തെ കാലത്ത് ആന്ധ്രാപ്രദേശ് ലെജിസ്ലേച്ചർ പാർട്ടിയിൽ നിന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതങ്ങനെ അദ്ദേഹം മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിന് ഉപ്പുവെച്ച കാലം പോലെയാണ്. പിന്നീട് അദ്ദേഹം പോരാ എന്ന് ഹൈക്കമാൻഡിന് പോലും ബോധ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തെ ഗവർണറായിട്ട് അയച്ചു. അദ്ദേഹത്തെ പണ്ടേ ഗവർണറായിട്ട് പോകേണ്ട പ്രായം കഴിഞ്ഞു. അപ്പോൾ കുറച്ചുകൂടി ചെറുപ്പക്കാരനായ ഒരാളെ കണ്ടുപിടിച്ചു. അദ്ദേഹം ഒരു ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു, പേര് കിരൺ കുമാർ റെഡ്ഡി. ഈ റെഡ്ഡിയുടെ കാലത്താണ് കോൺഗ്രസ് പാർട്ടി പരിപൂർണമായിട്ടും ഇല്ലാണ്ടായത്. അതിൽ പിന്നെ കോൺഗ്രസിന് ആന്ധ്രാപ്രദേശിൽ ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ല. അതിന് ചിദംബരത്തിൻ്റെ വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം വിഭജിച്ച് തെലങ്കാന രൂപീകരിക്കാനുള്ള ഐഡിയ ചിദംബരത്തിൻ്റെ. അപ്പോൾ അങ്ങനെയാണ് ആന്ധ്ര എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ കോട്ടയാണ്. 1977 പോലും കുലുങ്ങാതെ നിന്ന കോട്ടയാണ്. പിന്നീട് ഇന്ദിരാഗാന്ധി മേടക്കിൽ വന്നാണ് മത്സരിച്ച് ജയിച്ചൊക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് പാർട്ടി ഇല്ലാതാക്കിയത് ഹൈക്കമാൻഡിൻ്റെ ഈ ചരിത്രപരമായ ഒരു തീരുമാനമാണ്. ഇനി മറ്റൊരു ഈ അടുത്ത കാലത്ത് വരെ കോൺഗ്രസ് പിടിച്ചു നിന്ന ഒരു സംസ്ഥാനമാണ് തെലങ്കാനയുടെ അമ്മയെന്ന് പറഞ്ഞ് അന്ന് YSR പോയ പോക്ക്. അല്ല, നമ്മുടെ തൊഴിൽ മന്ത്രിയായിരുന്ന നേതാവ് പോയി. അദ്ദേഹം പിന്നീട് കോൺഗ്രസിനെ വഞ്ചിച്ച് സ്വന്തം പാർട്ടിയുമായി ആ സംസ്ഥാനം നഷ്ടപ്പെട്ടു. എത്ര കാലത്തിന് ശേഷമാണ് ആ സംസ്ഥാനം തിരിച്ചു കിട്ടിയെന്ന് ആലോചിക്കുക. തെലങ്കാന മാത്രം. അതെ തെലങ്കാന അത് പിന്നെ വേറെ പ്രശ്നമാണ്. ഇങ്ങനെയുള്ള തീരുമാനമല്ല ഞാൻ പറഞ്ഞത്. ഇതിൽ പഞ്ചാബിലെ കാര്യം നോക്കിയാൽ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ശക്തനായ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ മാറ്റണം എന്ന് കുറേ ആളുകൾക്ക് അഭിപ്രായമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ മാറ്റണം എന്ന് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ തോന്നി. അങ്ങനെ അമരീന്ദർ സിംഗിനെ മാറ്റിയത് തന്നെ അബദ്ധം. എന്നാൽ അദ്ദേഹത്തിൻ്റെ വിരോധി, അദ്ദേഹത്തിൻ്റെ എതിരാളി വേറെ ക്രിക്കറ്റ് കളിക്കാരനാണ്, നമ്മുടെ നവജോത് സിംഗ് സിദ്ധുവിനെ മുഖ്യമന്ത്രിയാക്കിയാൽ മതി. അത് ചെയ്തില്ല. അതിനു പകരം നിയമസഭാ കക്ഷി പിടിച്ചു കൂട്ടി വലിയ ഒരു പരസ്യ വിചാരണ പോലെ ഒരു വിഴുപ്പലക്കൽ സമ്മേളനം നടത്തി. പല പേരുകളും പരിഗണിക്ക് വന്നു. അന്ന് പഞ്ചാബിലെ PCC പ്രസിഡന്റ് സുനിൽ ജാഖർ, അദ്ദേഹത്തിൻ്റെ പേര് കാര്യമായിട്ട് വന്നു. അദ്ദേഹത്തിന് പിന്തുണ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ പരിഗണിച്ചില്ല. അവസാനം ആലോചിച്ച് നല്ലൊരാളെ കണ്ടെത്തി. ചരൺജീത് സിംഗ് ചന്നി. ആരാണ് ഈ ചന്നി എന്ന് വെച്ചാൽ പഞ്ചാബിൽ പോലും ആരും അറിയില്ല. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി. എന്ത് പറ്റി? അടുത്ത തെരഞ്ഞെടുപ്പിൽ ചന്നി അടക്കം തോറ്റുപോയി. ചരൺജീത് സിംഗ് ചന്നി ആ തെരഞ്ഞെടുപ്പിൽ നിന്ന് തോറ്റ് ചരഞ്ഞു പോയി. അദ്ദേഹത്തിൻ്റെ പേരിന് അപ്പോഴാണ് ശരിക്കും പ്രസക്തി ഉണ്ടായത്. അങ്ങനെ ചരഞ്ഞു പോയ ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടു. അങ്ങനെയാണ് അവിടെ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നത്. ഇതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ കഴിവ്. ശരിയായ സമയത്ത് തെറ്റായ തീരുമാനമെടുക്കുന്നതിൽ ഏറ്റവും കഴിവ് തെളിയിച്ച ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ്. ആ ഹൈക്കമാൻഡിൻ്റെ നടുനായകത്വം വഹിക്കുന്ന ആളാണ് അദ്ദേഹമാണ് KC വേണുഗോപാൽ. ഇത് തന്നെ രാജസ്ഥാനിൽ സംഭവിച്ചു. വന്യവയോധികനായ അശോക് ഗെഹ്ലോട്ടിൻ്റെയൊക്കെ കാലം പണ്ടേ കഴിഞ്ഞില്ലേ. നമ്മുടെ ഇവിടെ തെന്നല ബാലകൃഷ്ണപിള്ള സാർ എന്നൊക്കെ പറഞ്ഞ നിലയിലെത്തി. പിന്നെ തെന്നല മാന്യനായതുകൊണ്ട് ഈ വായിക്കൊന്നും പോയിരുന്നില്ല. അങ്ങനെ അശോക് ഗെഹ്ലോട്ടിന് ഒരവസരം കൂടി കൊടുക്കാൻ എത്രയോ കൊല്ലം രാജസ്ഥാനിൽ മുഖ്യമന്ത്രി ഇരുന്ന ആളാണ്. അതിനു വേണ്ടിയിട്ട് സച്ചിൻ പൈലറ്റിനെ മാറ്റി നിർത്തി. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ അവിടെ അനുഭവിക്കുന്നത്. ഇത് തന്നെയാണ് വേറൊരു രീതിയിൽ മധ്യപ്രദേശിൽ നടന്നത്. അവിടെ യാതൊരു പ്രതിച്ഛായയില്ലാത്ത കമൽനാഥിനെ മുഖ്യമന്ത്രിയാക്കിയപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യ വിരുദ്ധനായി അദ്ദേഹം BJPയിൽ ചേർന്നു. അപ്പോൾ BJP വലിയ പ്രബല ശക്തിയാണ്. അതിൻ്റെ പ്രാബല്യം വർദ്ധിച്ചു. കോൺഗ്രസിൻ്റെ അടപ്പ് തെറിച്ചു. ഇങ്ങനെ ഓരോ സംസ്ഥാനത്തും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കർണാടകത്തിൽ തന്നെ നോക്കിയാൽ സിദ്ധരാമയ്യ വലിയ ചിന്തകനാണ്, അഭിപ്രായങ്ങൾക്കൊക്കെ സ്ഥിരതയുള്ള ആളാണ്. പക്ഷേ അവിടെ DK ശിവകുമാറല്ലേ പണം ചെലവഴിച്ചതും ആളുകളെ സംഘടിപ്പിച്ചതും വലിയ യാത്രകൾ സംഘടിപ്പിച്ചതും ജനങ്ങളെ സംഘടിപ്പിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതും. 2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ മാറിക്കൊടുക്കാന്നുള്ള വ്യവസ്ഥ പോലും പാലിച്ചില്ല. സിദ്ധരാമയ്യ ഇപ്പോഴും തുടരുന്നു. അവിടെ സിദ്ധരാമയ്യ മാത്രമല്ല, ഈ ആദിമധ്യാന്തം ജാതി അധിഷ്ഠിതമാണ് കർണാടക രാഷ്ട്രീയം. അവിടെ ഒക്കലിക സമുദായക്കാരനായ ശിവകുമാറിനൊരു അവസരം കൊടുത്തില്ല എന്നതിനാൽ ഒക്കലിക സമുദായക്കാർ മൊത്തം പ്രതിഷേധത്തിലാണ്. ഈ ലിംഗായത്തും ഒക്കലികയും തമ്മിൽ വലിയ കുസ്തി നടക്കുന്ന സ്ഥലം കൂടിയാണ്.
അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ ഓരോ സ്ഥലത്തും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പുതിയ പുതിയ പ്രശ്നങ്ങൾ, പുതിയ പുതിയ അപകടങ്ങൾ ദൈനംദിന അടിസ്ഥാനത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പാർട്ടി ഇന്നിപ്പോൾ കാണുന്ന നിലയിലെത്തിയത്. അപ്പോൾ ഇതിനൊക്കെ ചോദിക്കാനും പറയാനും ആരുമില്ല, കേൾപ്പോരും കേൾവിയില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ടും ജനങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ പാർട്ടിയുടെ മേന്മ കൊണ്ടോ ഏതെങ്കിലും നേതാവിൻ്റെ മുഖസൗന്ദര്യം കണ്ടിട്ടോ അല്ല. ജനം പൊറുതി മുട്ടിയതുകൊണ്ടാണ്. ഇവിടെ പിണറായി വിജയൻ്റെ ഭരണം 10 കൊല്ലം സഹിച്ച ജനങ്ങൾ ഏതെങ്കിലും ഒരു ചെറുത്താൻ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കോൺഗ്രസിനും UDFിനും വോട്ട് ചെയ്തതല്ലാണ്ട് UDF നേതാക്കന്മാരുടെ ഭാഗത്തും കൊണ്ട് ഇവർ ഭരിച്ചാൽ കേരളം ഇനി സ്വർഗരാജ്യമായി മാറുന്നുള്ള തെറ്റിദ്ധാരണയോടൊന്നുമല്ല. അങ്ങനെയൊന്നും ആരും വിചാരിക്കാൻ വേണ്ട. ഇവിടെ UDFിന് കിട്ടുന്ന ഓരോ വോട്ടും നെഗറ്റീവ് വോട്ടാണ്. LDFിൻ്റെ നെഗറ്റീവ് വോട്ടാണ്, പിണറായി വിജയൻ്റെ നെഗറ്റീവ് വോട്ടാണ്. ആ നെഗറ്റീവ് വോട്ട് കിട്ടി അധികാരത്തിലെത്തിയില്ല, അധികാരത്തിലെത്തും എന്ന ഒരു സൂചന കിട്ടിയപ്പോൾ ദാ അവരുടെ തനിനിറം പുറത്തു വന്നു. ഇത് തുടക്കമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാനാണ് തിരക്കം. ഇനി മന്ത്രിസഭാ രൂപീകരണം വരുമ്പോൾ, വകുപ്പ് വിഭജനം വരുമ്പോൾ നമുക്ക് കാണാം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കത്തിക്കൂത്ത് നടക്കും ഇന്ദിരാഭവനിൽ, ഒരു സംശയവും വേണ്ട.